ഉണ്ണിമോന്റെ സൈക്കിൾ ബെൽ കേട്ടാണ് തൃശൂർ വെളപ്പായി നിവാസികളുടെ പ്രഭാതവും പ്രദോഷവും മുന്നോട്ടു പോകുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജ് റൂട്ടിലെ ബസ് ജീവനക്കാർക്കും യാത്രക്കാർക്കും ഉണ്ണിമോനെ സുപരിചിതം. 55-കാരനായ ഉണ്ണിമോൻ വെളപ്പായ ചൈന ബസാറിലെ ആലങ്ങാട്ട് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതും തിരിച്ചെത്തുന്നതും സൈക്കിളിൽ തന്നെ. പ്രഭാത വ്യായാമത്തിനിറങ്ങുന്നവർക്കും തൊട്ടടുത്ത കവലയിലിരുന്ന ലോകകാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവർക്കും ഉണ്ണിമോന്റെ സൈക്കിളിന്റെ താളാത്മകമായ യാത്ര എന്നും പ്രിയം തന്നെയാണ്. പ്രായം പിന്നിട്ടെങ്കിലും സൈക്കിൾ സവാരിയോടുള്ള ഭ്രമം ഉപേക്ഷിക്കാൻ ഒരുക്കമല്ല ഉണ്ണിമോൻ. ഞാൻ പണിക്കിങ്ങനെ പോകണം. 10-20 കൊല്ലമായി സൈക്കിളിൽ തന്നെ പോകണം. ചിറ്റിലപ്പള്ളി ഭാഗത്ത് പണിക്ക് പോയിട്ട്, പിന്നെ മുതുവറ ഭാഗം, പിന്നെ കാളത്തോട്, നെല്ലങ്ങര, അതിന് ഇവിടെ വടക്കാഞ്ചേരി ഭാഗം, അങ്ങനെ തൃശ്ശൂർ മൊത്തം അത്യാവശ്യം എന്നും പണികൾ. പിന്നെ ആട്ടൂർ, പോട്ടൂർ, തിരൂർ, കോലഴി, അങ്ങനെ എല്ലാ സ്ഥലങ്ങളും, പാടുകാട്, അങ്ങനെ എല്ലാ സ്ഥലത്തും പണിക്ക് പോകുന്നുണ്ട്. ഇപ്പം 10-20 കൊല്ലമായി സൈക്കിളിൽ തന്നെ പണിക്ക് പോകണം എല്ലായിടത്തേക്കും. എത്ര സൈക്കിൾ മാറിയിട്ടുണ്ടാവും ഇതുവരെ? സൈക്കിൾ ഇപ്പോൾ 4-5 ഉണ്ടാവും. ഇതെന്താ കാരണം? സൈക്കിൾ ഇടയ്ക്ക് മാറ്റും. സൈക്കിൾ യാത്ര ചെയ്യാൻ സൈക്കിളും പോകുമ്പോൾ ഒരു സുഖമുണ്ട്. നമുക്ക് നമ്മുടെ സൗകര്യത്തിന് പോകല. ബസ്സിൽ കയറി അവിടെ ചെന്ന് ഇറങ്ങി പിന്നെ വേറെ വണ്ടി പിടിച്ച് അത് പിടിച്ച് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ബസ് അങ്ങനെ പോയിക്കൊണ്ട് നമുക്ക് സൈക്കിൾ. ചെറുപ്രായത്തിൽ തുടങ്ങിയതാണ് സൈക്കിൾ സവാരിയോടുള്ള അഭിനിവേശം. അങ്ങ് കേരളത്തിലെ തലസ്ഥാന നഗരിയിലേക്കായാലും മെട്രോ നഗരമായ കൊച്ചിയിലേക്കായാലും ഉണ്ണിമോനൊപ്പം സൈക്കിളുമുണ്ടാകും. വ്യായാമത്തിനൊപ്പം പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് കാറ്റും കുളിരുമേറ്റ യാത്ര ആസ്വാദകരമാക്കുക എന്ന ഇഷ്ടമാണ് സൈക്കിൾ സവാരിക്ക് പിന്നിലെ താല്പര്യത്തിന് പുറകിലെന്ന് ഉണ്ണിമോൻ പറഞ്ഞു. കുറേശ്ശെ മുട്ടുവേനൊക്കെ വരുന്നു, തിരിച്ചുണ്ട്, എന്നാലും കുഴപ്പമില്ല. എനിക്ക് ചില നേരത്ത് വേദന വരും, എന്നാലും ചവിട്ടി പോകും. ഞാൻ ഈ ചേട്ടന്റെ തൊഴിലാണ് വലിയൊരു സൈക്കിളിൽ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ടോ? കരുതി ഇപ്പം ആൾക്കാരുണ്ടായിരുന്നു. കുറെ ആൾക്കാർ വരില്ല, അങ്ങനെ അകലം പഠിക്കുന്നു വരില്ല സൈക്കിളിന്. ഒരു 100 കിലോമീറ്റർ സൈക്കിളോട്ടും. ഇത് ഞാനിപ്പോൾ ഇതിപ്പോൾ ഒരു വരവ് ഇങ്ങനെ, പിന്നെ രണ്ടാമത് അങ്ങോട്ട് വീട്ടിലേക്ക് പോകും. പിന്നെ തിരൂരൊക്കെ പണിയുമ്പോൾ ചിലപ്പോൾ 2 പ്രാവശ്യം 3 പ്രാവശ്യം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകും. പല സ്ഥലത്തേക്കായിട്ട് പോകും. പോയി അവിടത്തേക്ക് വരും, പിന്നെയും അങ്ങോട്ട് വേറെ സ്ഥലത്തേക്ക് പോകും, തിരൂര് പോകും, അങ്ങനെ പാടുകാട് വരും, അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പണിക്ക് പോകണത്. സൈക്കിൾ സവാരി ശീലമാക്കിയത് കൊണ്ടാകാം സാധാരണ ഈ പ്രായക്കാർക്കൊപ്പം ഉണ്ടാകാറുള്ള ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഉണ്ണിമോനെ കീഴ്പ്പെടുത്താനായിട്ടില്ല. പ്രതിദിനം 50 കിലോമീറ്ററിലേറെ ദൂരമാണ് ഉണ്ണിമോന്റെ സൈക്കിൾ യാത്ര. കൂലിപ്പണിക്കാരനായ ഉണ്ണിമോൻ വീട്ടുകാര്യങ്ങൾക്കെന്ന പോലെ അയൽവാസികളുടെ ആവശ്യങ്ങൾക്കും സൈക്കിളിൽ തന്നെയാണ് പോകാറ്. പ്രസ് ജീവനക്കാരിയായ ഭാര്യ സരസ്വതിക്കും നഴ്സിംഗ് ബിരുദധാരിയായ മക്കൾ സൗമ്യയ്ക്കും മകൻ +1 വിദ്യാർത്ഥി മനുകൃഷ്ണനും ഉണ്ണിമോന്റെ സൈക്കിൾ ഭ്രമത്തോട് അത്ര മമതയില്ല. എന്നാലും ഉണ്ണിമോന്റെ സൈക്കിൾ പ്രിയത്തെ അവർ നിരുത്സാഹപ്പെടുത്താറില്ല. നാട്ടുകാരുടെ ആവശ്യങ്ങൾക്കും ഓടി നടക്കുന്ന ഉണ്ണിമോന്റെ ജീവിതം ഹെർക്കുലീസ് സൈക്കിൾ യാത്ര പോലെ താളാത്മകമാണ്. എല്ലാ ദിവസവും യാത്രക്കിറങ്ങുമ്പോൾ സൈക്കിളിൽ ഗ്രീസിടുകയും ടയറിൽ കൃത്യമായ കാറ്റുണ്ടോ എന്ന് ഉറപ്പാക്കുകയും ചെയ്യും. സൈക്കിളിന്റെ പ്രവർത്തനം ശരിയല്ലെങ്കിൽ അത് മാറ്റി പുതിയത് വാങ്ങാനും ഉണ്ണിമോൻ മടികാട്ടാറില്ല. 20 വർഷത്തിലേറെയായി വെളപ്പായ നാടിന്റെ സ്പന്ദനവും താളവുമാണ് ഉണ്ണിമോനും സൈക്കിളും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.